മധ്യപൂർവേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരിതമനുഭവിക്കുന്ന പ്രവാസികളുടെ സുരക്ഷ സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രവാസികളെ സുരക്ഷിതരാക്കാനുള്ള എല്ലാ ശ്രമവും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. മധ്യപൂർവേഷ്യൻ വിഷയത്തിൽ ഇതാദ്യമായാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. गल्फ में चल रहे युद्ध में हमें आत्मनिर्भरता का महत्व भी फिर से समझाया है. एनर्जी हो या फिर अन्य सेक्टर, एक बार फिर इसे सिद्ध किया है कि आत्मनिर्भर होना कितना जरूरी है. LPG ക്ഷാമമില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം പൊളിയുന്നു. ഹോട്ടലുകൾക്ക് പിന്നാലെ ട്രെയിനുകളിലും ഭക്ഷണ വിതരണം നിലച്ചേക്കും. പാചകവാതക വിതരണത്തിൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുമെന്ന് ഭാരത് പെട്രോളിയം അറിയിച്ചു. പാചകവാതക വിതരണത്തിൽ ആശങ്ക വേണ്ടെന്നും പ്രതിസന്ധികളില്ല എന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ വാദം. എന്നാൽ LPG ക്ഷാമത്തെ തുടർന്ന് ട്രെയിനുകളിൽ ഭക്ഷണം വിതരണം നിലച്ചേക്കുമെന്ന സൂചനയാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്നത്. നേരത്തെ ടിക്കറ്റിനൊപ്പം ഭക്ഷണം ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് പണം റീഫണ്ട് നൽകുന്നത് IRCTC ആലോചിക്കുന്നുവെന്നാണ് സൂചന. പാചകവാതക വിതരണത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകുമെന്ന് ഭാരത് പെട്രോളിയം വ്യക്തമാക്കി. മറ്റു മേഖലകളിലേക്കുള്ള വിതരണം അനിവാര്യത പരിഗണിച്ചെന്നും ഭാരത് പെട്രോളിയം അറിയിച്ചു. ഇതിനു പുറമെ ഇന്ധന പ്രതിസന്ധി രാജ്യത്തെ രാസവള മേഖലയിലേക്കും വ്യാപിക്കുകയാണ്. പഞ്ചാബിൽ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് 2 പ്ലാന്റുകൾ ഉൽപാദനം നിർത്തി. പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം വിഷയമുയർത്തി. ഇന്ധന സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം ക്രൂഡ് ഓയിൽ വിതരണം സുരക്ഷിതമായി തുടരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 2 LNG ചരക്ക് കപ്പലുകൾ ഉടനെത്തും. ഉപഭോക്താക്കൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.